ഇന്ന് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഓർക്കാപ്പുറത്ത് കിട്ടിയൊരു പണിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. ഫുട്ബോൾ ഫൈനലെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ ഒരുപാട് വൈകി. എന്നാലും രാവിലെ എണീക്കാൻ അങ്ങനെ ഒരുപാടൊന്നും വൈകിയിട്ടില്ല. എന്നാൽ നേരത്തെ എണീറ്റിട്ടുമില്ല. 6:30 ആകുമ്പോഴത്തേക്കും എണീറ്റു. അങ്ങനെ ഇതാ നേരെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ അടിച്ച് ചെടിയൊക്കെ നനച്ച് വേഗം അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതാ ചെറിയൊരു പണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താ ഏതാന്നൊക്കെ ഇന്ന് നമ്മുടെ ഓർക്കാപ്പുറത്തുണ്ടായൊരു വിശേഷമാണ്. ആ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. മുറ്റടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ ഒരു റോസ് ഇവിടെ മൊത്തത്തിൽ കരിഞ്ഞു പോയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് പിഴുതെടുത്ത് കളയാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. എന്നിപ്പോൾ അതൊന്ന് പിഴുതെടുത്ത് കളയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത് മൊത്തം ഇങ്ങോട്ട് വലിച്ചു നോക്കുമ്പോൾ ഒരു വെറൈറ്റി വേര് കണ്ടോ എല്ലാവരും. അതായത് ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിൻ്റെ അടപ്പാണ് കേട്ടോ അത് ആ വേരിൽ അങ്ങോട്ട് അങ്ങനെ ചേർന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടപ്പോൾ വല്ലാത്തൊരു രസം തോന്നി. അത് കഴിഞ്ഞതാ നമ്മുടെ ചെടിയുടെയൊക്കെ ചുവട്ടിൽ ചെടികളിൽ നിന്ന് വീഴുന്ന ഇലയും പിന്നെ അതിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഞാൻ അടിച്ചെടുത്തിട്ട് വേറെ മണ്ണ് കുറവുള്ളൊരു ചട്ടിയിൽ കൊണ്ടുപോയിടുകയാണേ. അങ്ങനെ ഓരോരോ കുഞ്ഞു പണികൾ ഇങ്ങനെ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്കാണ് ഇനിയൊരു വെറൈറ്റി സംഭവം വരുന്നത് കേട്ടോ. ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് നമുക്ക് കാണാം എന്താണെന്നുള്ളത് കാണാം. ഞാനിപ്പോൾ സസ്പെൻസ് പൊളിക്കുന്നില്ല. എന്തായാലും ചെടികളൊക്കെ മൊത്തത്തിൽ ഉണങ്ങിപ്പോയിരിക്കുന്നു കേട്ടോ. പനിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പനി മാറി എണീറ്റപ്പോഴത്തേക്കും ചെടികളൊക്കെ എൻ്റെ അതേപോലെ വാടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു വെറൈറ്റി സംഭവം. നമ്മൾ വിചാരിക്കാതെ ഇന്ന് നടന്നൊരു പണിയാണ് കേട്ടോ ഇത് മുൻപൊരിക്കലും നല്ല കാറ്റും മഴയൊക്കെ ഉള്ള ഒരു ദിവസം ഇത് ഇങ്ങനെ ആടിയിട്ട് അങ്ങോട്ട് താഴെ വീണു കേട്ടോ. അപ്പം ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞാനിങ്ങനെ മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും ഫ്രീ അല്ലേ, എന്നാൽ ശരി ഇതങ്ങോട്ട് അവിടെ കെട്ടി തൂക്കിയിടാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ നമ്മളിനി ഇത് അവിടെ മാറ്റി വെച്ചിട്ട് ഇനി അത് പൊട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ കെട്ടിത്തൂക്കിയിടാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷേ എനിക്ക് കൂട്ടായിട്ട് മണിക്കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ആരും എണീറ്റിട്ടില്ല. എല്ലാവരും ഇന്നലെ ഫുട്ബോളൊക്കെ കണ്ടതിൻ്റെ ആലസ്യത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മണിക്കുട്ടി പറഞ്ഞു ഞാൻ അത് കെട്ടി തൂക്കിയിടാൻ കൂടാ അമ്മയെന്ന് പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ, ഇനി മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റി വെക്കേണ്ട, കാരണം അത് അവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇനി അത് പൊട്ടി എന്തെങ്കിലും ചെയ്താലോ. അങ്ങനെ അവിടെ കെട്ടി തൂക്കിയിടാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഞാൻ അകത്ത് പോയി കയറെടുക്കാൻ നോക്കുമ്പോൾ ആ സമയത്ത് ആളെ കാണാനില്ല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ എവിടെയെന്ന് വന്ന് തിരഞ്ഞു നോക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പരിപാടി, ഇനി അടുത്തത് അത് ചിത്രം വരയ്ക്കാൻ നോക്കുക. അവിടെ മണിക്കുട്ടി ഒരു ചെറിയൊരു ചിത്രകാരനാണ് അല്ലേ. അപ്പോൾ ഈ കരിങ്കണ്ണ നോക്കുക എന്നുള്ള ഈ ഒരു സംഭവത്തിന് ചിത്രം വരയ്ക്കാനുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ രാവിലെ തന്നെ മണിക്കുട്ടി ഇരിക്കുന്നത്. ആണോ മണിക്കുട്ടി? മോൻകുട്ടൻ നീച്ചിട്ടില്ല അല്ലേ? ഉറങ്ങാണ്. അങ്ങനെതാ കയറെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണത് കേട്ടോ. പിന്നെ കയറെടുത്ത് വന്നപ്പോഴത്തേക്കും മണിക്കുട്ടിക്ക് അത് പറ്റിയില്ല. ആ കയറൊന്നും പോരാന്നാണ് ആളുടെ അഭിപ്രായം.
ഇത് കിട്ടിയിട്ടെന്താ കാര്യം? അവിടെ കയറുണ്ട്. ഞാനെടുത്ത കയറിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇപ്പം വീണേനെ. നമ്മുടെ മണിക്കുട്ടി അതിസാഹസികമായിട്ട് ആ കയറെടുക്കാൻ നോക്കുകയാണ്. എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് അമ്മയുടെ കൂടെ എണീറ്റത് അബദ്ധമായി പോയോ എന്ന് മണിക്കുട്ടിക്ക് തോന്നാതില്ല. അല്ലേ മണിക്കുട്ടി? ഓക്കേ, അപ്പോൾ കയറ് റെഡി. ഇതാ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. അമ്മ കിടന്ന് എണീറ്റപ്പോൾ മകൾ ഇതാ കിടന്നിട്ടുണ്ട്. അമ്മയെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. കുട്ടിക്ക് പനി വന്നു. അയ്യോ കള്ളി, കള്ള ഉറക്കാണല്ലേ. എൻ്റെ കുട്ടിക്ക് ചെറുതായിട്ടൊരു പനി അല്ലേ? പനിക്കുണ്ടോ? ഓക്കേ, ഒരാൾ എണീറ്റ് അടുത്ത ആൾ കിടന്നു. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് ഭാഗ്യം അല്ലേ? കള്ളിയാണ് കള്ളി. ഉറങ്ങുന്ന വിചാരിച്ച് നോക്കുമ്പോൾ ഉറങ്ങല്ല. ഞാൻ ഇത് പറയുമ്പോൾ ചിരിക്കുകയാണ്. കള്ളി എണീറ്റ് നമ്മുടെ കൂടെ എന്തെങ്കിലും ഇതുപോലെ ലൊട്ടിലൊടുക്കുകൾ ചെയ്യാൻ കൂടേണ്ടി വരി അല്ലേ? അതാണ്ടോ അതിലേക്കാണ്. ഇതാ എവിടെ? അതിലേക്കാണ് നമ്മൾ അത് കെട്ടേണ്ടത്. യെസ്, അതിലേക്കാണ് കെട്ടേണ്ടത്. എന്തില്ല? അല്ലേ, ആ മേലിങ്ങനെ നിൽക്കണ കണ്ടോ? ആ അതിലിങ്ങനെ കത്തിയും വേണോ? ഇതാ ഗത്തി. മുറിക്ക്. ഇനി കെട്ടിയാൽ അത് വീഴരുത്. ഇനി കെട്ടിയാൽ അത് വീഴരുത്. നമ്മുടെ പുതിയ പാർക്ക് അല്ലേ? സ്വന്തമായിട്ട് വീടില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു പാർക്കുണ്ട് എന്ന്. ഞാൻ ഇതിൽ ഇടുക, കയറിടും. 2-3 മടക്കാക്കുമ്മ, അമ്മാക്കി തരാം. രണ്ട് മൂന്ന് മടക്കാക്കിയമ്മ. വേഗം, അമ്മയ്ക്ക് പണിയുണ്ട്. അകത്തൊന്നും ആയിട്ടില്ല. യെസ്, വെരി ഗുഡ്. ഒന്നുകൂടെ മടക്കാൻ തോന്നുന്നു, കാരണം അത് നല്ല പൊക്കത്തിലാണ് കെട്ടിയിരുന്നു. ഇനി അതിലിട്. ഇത് ഞങ്ങളുടെ ഓണറുടെ ഹെൽമറ്റാണ് കേട്ടോ. ഓണർ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അതാ പറഞ്ഞപ്പോഴത്തേക്ക് എത്തി. അയ്യോ, ഓണറുടെ ഹെൽമറ്റാണെന്ന് പറയായിരുന്നു. ഇത് വീണിട്ടേ കാറ്റത്ത് വീണുപോയി. അതൊന്ന് വീണ്ടും കെട്ടാ വിചാരിച്ചിട്ട്. അത് കാറ്റത്ത് പൊട്ടി വീണു. അപ്പോൾ ഞാൻ എടുത്തിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഒന്നിപ്പോൾ അതിങ്ങനെ അടിച്ചു വരുമ്പോഴത് പിന്നെ ഓർമ്മ വന്നു. അപ്പോൾ അവിടെ കെട്ടിയിടാൻ വിചാരിച്ചു. കളി അതാ, ഒരാൾ കളി കണ്ടിട്ട് പോയി കിടക്കണു. ആളുടെ ടീം തോറ്റിട്ട്. ആ അതെല്ലേ. ആ അത് ലാസ്റ്റ് അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ അല്ലേ? അവർ ലാസ്റ്റ് കൊണ്ടുപോയി. ആ ആ ആ ആ ടൈമാണ് അല്ലേ? ആ ടൈമിൽ എങ്ങനെയാണോ അതുപോലെ. ഇതെവിടെ കിട്ടാം? രണ്ടും ഒരേ സൈസാണോ? രണ്ടും ഒരേ സൈസാണോ? ചെറിയ ഇത് കുറച്ച്
ഇത് കുറച്ച് ഭംഗിയുണ്ടല്ലേ കാണാൻ ഇതിനേക്കാൾ. ഓക്കെ ഇനി നമ്മുടെ കുട്ടി കെട്ടില്ലേ? അതൊക്കെ കെട്ടിക്കോ. വീഴരുത് കേട്ടോ. വീഴരുത് എന്ന് പറയുമ്പോൾ നിനക്കൊരു പുച്ഛം അല്ലേ? എങ്ങനെ 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 കാണണ്ട അല്ലേ? ആ യെസ് യെസ്, അത്ര മതി അത്ര മതി. ആ മതി 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 മതി. പൊങ്ങണം കത്തിന്ന ഇങ്ങനെ. നമ്മുടെ കുഞ്ഞമ്മണിക്കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, അതാണ് ആ സൗണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കണ്ടേ, പ്ലേറ്റ് ഇട്ട് കളിക്കുക. അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കഴിഞ്ഞോ കഴിഞ്ഞോ? എന്നാ ഇറങ്ങൂ ഇറങ്ങൂ ഇറങ്ങുമോ? പതുക്കേട്ടോ. ആ യെസ്, യുറേക്ക ഇങ്ങോട്ട് നോക്കിയിട്ടാണ് നിൽക്കുന്നത്, എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. യുറേക്ക ഇങ്ങോട്ട് നോക്കിയിട്ടാണ് നിൽക്കണേ. യുറേക്ക എന്താ വിളവത്തി, ഇയാള് വീഡിയോ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് നേരെ ഫേസ് കാണിച്ചു തരികയാണേ. ഇനി വാ, നമുക്ക് നമ്മുടെ പാർക്കിലെ ചെയർ കഴുകി വെക്കണ്ടേ? ഇതാണ് കേട്ടോ ഞങ്ങളുടെ പാർക്കിലെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സെറ്റിങ്സ്. പക്ഷെ അതിലിരിക്കാനൊന്നും ഒഴിവില്ല, ബെഡിൽ കിടക്കാൻ തന്നെ ഒഴിവുള്ളൂ അല്ലേ? പനി മാറിയാലല്ലേ അല്ലേ മുത്തേ? പനിയൊന്ന് മാറിയാലല്ലേ പാർക്കിൽ വന്നിരിക്കാൻ പറ്റൂ. ഈ പാർക്കിൻ്റെ സെറ്റിങ്സ് ഇവിടെ ആയിരുന്നില്ല കേട്ടോ, ഇവിടെ ആയിരുന്നു ആദ്യം. എന്താ ഈ സ്കൂട്ടി ഇട്ട ഭാഗത്തായിരുന്നു. പിന്നെ ഈ സ്കൂട്ടിയുടെ പിന്നെ അതായത് താഴത്തെ വീട്ടുകാർ അവരുടെ കാറ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുത്തതാണ്. 2-3 ദിവസം അവരുടെ കാറ് ഇവിടെ ഉണ്ടാവും പറഞ്ഞിരുന്നു. ഇനി ഇപ്പം ഇന്നലെ മുതലേ ഇല്ല, അപ്പോൾ ചിലപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് തന്നെ മാറ്റിയിടാൻ പറ്റും അത്. അല്ലേ മണിക്കുട്ടി? മതി മതി. ചുമ മതി. മണി കയറുക, അമ്മയ്ക്ക് അകത്ത് പണിയുണ്ട്. ഓഫ് ചെയ്തോളൂ. ഇന്ന് 4 മണിക്ക് അത്രേ കറണ്ട് വരുള്ളൂ. 4 മണി വരെ കറണ്ട് ഇല്ല. നമ്മുടെ ഫോണിൽ ചാർജൊന്നുമില്ല. സന്തോഷമായില്ലേ? സന്തോഷമായി. അങ്ങനെ ദാ ഓർക്കാപ്പുറത്തുണ്ടായ പണിയും കഴിഞ്ഞ് ഞാനും മണിക്കുട്ടിയും ഇന്നത്തെ വീഡിയോ മണിക്കുട്ടി അകത്ത് കയറി ഒരുപാട് പണികൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വിശേഷമായി കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.